മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഓരോ നിമിഷവും പുറത്തുവരുന്ന യുദ്ധവാർത്തകൾ വെറുമൊരു രാഷ്ട്രീയ തർക്കമല്ല, മറിച്ച് 2000 വർഷങ്ങൾക്ക് മുൻപെഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ അക്ഷരം പ്രതി സംഭവിക്കുന്നതിന്റെ ഭയാനകമായ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്ന ഇറാനും അവരുടെ വിനാശകരമായ ആയുധശേഖരവും ലോകത്തെ ഒരു മഹാവിപത്തിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ യുദ്ധം എങ്ങനെ അവസാനിക്കുമെന്നും ഏത് രാജ്യം തകർക്കപ്പെടുമെന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ബൈബിൾ പ്രവചിച്ചിട്ടുണ്ട്. ഇറാൻ എന്ന രാജ്യത്തിന്റെ പതനവും അതിനെ തുടർന്ന് സംഭവിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അതിമഹത്തായ രണ്ടാം വരവും തമ്മിലുള്ള അവിശ്വസനീയമായ ബന്ധത്തെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിലുണ്ട്. അവിടെ ഏലാം എന്ന പ്രദേശത്തിന് സംഭവിക്കാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് ദൈവം മുന്നറിയിപ്പ് നൽകുന്നു. ഇന്നത്തെ ഇറാന്റെ പടിഞ്ഞാറൻ ഭാഗമാണ് പുരാതനമായ ഏലാം. ഇറാന്റെ പ്രധാന ആണവ നിലയങ്ങളും മിസൈൽ താവളങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഇതേ മേഖലയിലാണ്. ഞാൻ ഏലാമിന്റെ വില്ലിനെ ഒടിക്കും, അവരുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും നശിപ്പിക്കും, അവരെ 4 ദിക്കുകളിലേക്കും ചിതറിക്കും എന്നാണ് ദൈവം അരുളി ചെയ്യുന്നത്. ഇറാന്റെ സൈനിക ശക്തി പൂർണ്ണമായും തകർക്കപ്പെടുമെന്നും ആ രാജ്യമൊരു വലിയ ആഭ്യന്തര തകർച്ചയിലേക്കോ വിദേശ ആക്രമണത്തിലേക്കോ നീങ്ങുമെന്നും ഇത് വിരൽ ചൂണ്ടുന്നു. ലോകം ഭയപ്പെടുന്നതുപോലെ ഒരാണവ ദുരന്തമാണോ അതോ ശക്തമായ സൈനിക തിരിച്ചടിയാണോ ഇറാനെ കാത്തിരിക്കുന്നതെന്ന് വരും ദിവസങ്ങൾ തെളിയിക്കും. എന്തുകൊണ്ടാണ് ഈ യുദ്ധങ്ങൾ ഇത്ര പ്രധാനമാകുന്നത്? കാരണം ബൈബിൾ പ്രവചനപ്രകാരം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ അന്തിമ സംഘർഷം ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതോർക്കുക, യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെക്കുറിച്ചും നിങ്ങൾ കേൾക്കും, എന്നാൽ ഭയപ്പെടരുത്, ഇതവസാനമല്ല, ഇത് ഈട്ടുനോവുകളുടെ ആരംഭം മാത്രമാണ്. മിഡിൽ ഈസ്റ്റിലെ ഓരോ മിസൈൽ ആക്രമണവും യേശുവിന്റെ മടങ്ങിവരവിനുള്ള കാഹളധ്വനിയായാണ് വിശ്വാസികൾ കാണുന്നത്. ലോകരാജ്യങ്ങൾ സമാധാനത്തിനായി നെട്ടോട്ടമോടുമ്പോഴും സമാധാനം ലഭിക്കാത്ത ഈ അവസ്ഥ ഒരമാനുഷിക ശക്തിയുടെ ഇടപെടൽ അനിവാര്യമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ഈ ആക്രമണം പരാജയപ്പെടുമെന്നും അത് ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിക്കുന്ന ഒരു ദൈവീക ഇടപെടലായി മാറുമെന്നുമാണ് പ്രവചനം. ഈ സംഭവത്തിനു പിന്നാലെ ലോകമൊരു ഏകീകൃത ഭരണത്തിന് കീഴിലാവാൻ ശ്രമിക്കുകയും എന്നാൽ അത് വലിയൊരു മഹാപീഡന കാലഘട്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ അശാന്തിയുടെയും ഇരുട്ടിന്റെയും നടുവിലേക്കാണ് സമാധാനപ്രഭുവായ യേശുക്രിസ്തു രണ്ടാമതും ഇറങ്ങിവരുന്നത്. ആദ്യത്തെ തവണ അദ്ദേഹം ഒരു വിനീതനായി പാപികൾക്കു വേണ്ടി മരിക്കാൻ വന്നുവെങ്കിൽ രണ്ടാം വരവ് സർവ്വലോകത്തിന്റെയും ന്യായവിധിക്കറിയിട്ടായിരിക്കും. മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങൾ അവസാനിക്കുന്നത് മനുഷ്യന്റെ കരാറുകളിലൂടെയല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെ പാദങ്ങൾ ഒലിവുമരയിൽ ചവിട്ടുമ്പോഴാണ് എന്ന് സെഖരിയ പ്രവാചകൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ഇറാന്റെ തകർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ബൈബിൾ ഒരു പ്രത്യാശയും നൽകുന്നുണ്ട്. ശിക്ഷാവിധിയുടെ നാളുകൾക്ക് ശേഷം അവസാനകാലത്ത് ഏലാമിന്റെ ഭാഗ്യം ഞാൻ മാറ്റും, അഥവാ അവരെ ഞാൻ പുനരുദ്ധരിക്കും എന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഇറാന്റെ രാഷ്ട്രീയവും സൈനികവുമായ തകർച്ചയ്ക്ക് ശേഷം അവിടെ ഒരു വലിയ ആത്മീയ ഉണർവുണ്ടാകുമെന്നാണ്. ഇന്ന് ഇറാനിൽ ഭൂഗർഭസഭകൾ അതിവേഗം വളരുന്നു നാം കാണുന്നു. ഭരണകൂടത്തിന്റെ പീഡനങ്ങൾക്കിടയിലും അനേകർ ക്രിസ്തുവിലേക്ക് തിരിയുന്നു. ഇത് കാണിക്കുന്നത് ദൈവം ആ ജനതയെ സ്നേഹിക്കുന്നുവെന്നും എന്നാൽ അവരുടെ ഭരണാധികാരികളുടെ ദുഷ്ടതയ്ക്കുള്ള ശിക്ഷ ഉടനുണ്ടാകുമെന്നുമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകൾ വെറും യാദൃച്ഛികതയല്ല. ബൈബിൾ പറഞ്ഞതുപോലെ ഇസ്രായേൽ രാഷ്ട്രം പുനഃസ്ഥാപിക്കപ്പെട്ടു. ശത്രുക്കൾ ഒരുമിച്ചുകൂടി യുദ്ധം പടിവാതിൽക്കലെത്തിക്കഴിഞ്ഞു. ഈ യുദ്ധം ഇറാന്റെ അന്ത്യത്തിലേക്കും യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിലേക്കും വഴി തുറക്കുന്ന ഒന്നായിരിക്കാം. ആ സമയം എത്ര അടുത്താണെന്ന് ആർക്കും അറിയില്ലെങ്കിലും അടയാളങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഭയപ്പെടാനല്ല, മറിച്ച് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധിയോടെ കാത്തുസൂക്ഷിക്കാനും ഒരുങ്ങിയിരിക്കാനുമാണ് ഈ പ്രവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ലോകം കത്തിയെരിയുമ്പോഴും അചഞ്ചലമായ ഒരു പ്രത്യാശ ക്രിസ്തുവിലുണ്ടെന്ന് നാം തിരിച്ചറിയണം. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ്. വർഷങ്ങളായി പലരും അന്ത്യമടുത്തു എന്ന് വിളിച്ചു പറയുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടുതന്നെ പലരും ഇത് അവഗണിക്കാറുമുണ്ട്. എന്നാൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല. നാം ഇപ്പോൾ കാണുന്നത് വെറും ഊഹങ്ങളല്ല, മറിച്ച് കൃത്യമായ ആഗോള മാറ്റങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശു പറഞ്ഞത് ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ ആർക്കും അറിയില്ല എന്നാണ്. എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ ശ്രദ്ധിക്കാൻ അദ്ദേഹം നമ്മോട് പറഞ്ഞു. ഇവയെല്ലാം സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്നാണ് വചനം പറയുന്നത്. നാം ഇപ്പോൾ ആ വാതിൽപ്പടിയിലാണോ? സമയം അവസാനിക്കാറായി എന്നതിന്റെ 5 പ്രധാന തെളിവുകൾ നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ അടയാളം നാം വാർത്തകളിൽ എന്നും കാണുന്നതാണ്: യുദ്ധങ്ങളും യുദ്ധശ്രുതികളും.
പണ്ടുകാലത്തും യുദ്ധങ്ങളുണ്ടായിരുന്നില്ലേ എന്ന് പലരും ചോദിച്ചേക്കാം. എന്നാൽ യേശു പറഞ്ഞത് ജാതി ജാതിക്കെതിരെയും രാജ്യം രാജ്യത്തിനെതിരെയും എഴുന്നേൽക്കുമെന്നാണ്. ഇതിൽ ജാതി എന്നതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് വംശീയതയെ സൂചിപ്പിക്കുന്നതാണ്. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കൂ. വെറും അതിർത്തി തർക്കങ്ങൾ മാത്രമല്ല, വംശീയവും ആശയപരവുമായ പകയാണ് ഇവിടെയും. മധ്യപൂർവ്വദേശത്തെ സംഘർഷങ്ങൾ ഏതു നിമിഷവും ഒരു ലോകമഹായുദ്ധമായി മാറാവുന്ന അവസ്ഥയിലാണ്. ശീതയുദ്ധത്തിനു ശേഷം നാം കണ്ടിട്ടില്ലാത്ത വിധം വൻശക്തികൾ പരസ്പരം പോരടിക്കുന്നു. ലോകം മുഴുവൻ ഒരു വെടിമരുന്നിന്റെ മുകളിൽ ഇരിക്കുന്നതുപോലെയാണ്. ബൈബിൾ പറഞ്ഞ ഈട്ടുനോവിന്റെ ആരംഭം ഇതാണ്. രണ്ടാമത്തെ അടയാളം പ്രകൃതി തന്നെ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പാണ്. വിവിധ സ്ഥലങ്ങളിൽ ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും. നാം ഇപ്പോൾ ഒരു വലിയ മഹാമാരിയിൽ നിന്ന് കരകയറിയതേയുള്ളൂ. എന്നാൽ കാലാവസ്ഥയിലേക്ക് നോക്കൂ. നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാറുള്ള കൊടുങ്കാറ്റുകളും വെള്ളപ്പൊക്കങ്ങളും ഇപ്പോൾ എല്ലാ വർഷവും സംഭവിക്കുന്നു. യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകുന്നു. ഇത് വെളിപ്പാട് പുസ്തകത്തിലെ ഒരു പ്രധാന പ്രവചനമാണ്. റോമർ 8 പറയുന്നതുപോലെ സൃഷ്ടി മുഴുവൻ പ്രസവവേദനയെന്ന പോലെ ഞരങ്ങുകയാണ്. ഈ ദുരന്തങ്ങളുടെ ഇടവേളകൾ കുറഞ്ഞുവരുന്നു. അവയുടെ തീവ്രത കൂടുന്നു. നാം ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ആത്മീയ ഭാരത്തോട് ഭൂമി തന്നെ പ്രതികരിക്കുന്നതുപോലെയാണിത്. മൂന്നാമത്തെ അടയാളം ഒരുപക്ഷെ ഏറ്റവും വേദനിപ്പിക്കുന്നതാണ്. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. മത്തായി 24:12 യേശു പറഞ്ഞതാണ്. 2 തിമോത്തിയോസ് 3 പൗലോസ് അന്ത്യകാലത്തെ മനുഷ്യരുടെ സ്വഭാവം വിവരിക്കുന്നുണ്ട്. സ്വയസ്നേഹികൾ, ധനമോഹികൾ, അഹങ്കാരികൾ, നന്ദികെട്ടവർ. ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കൂ. സാങ്കേതികമായി നാം ഒത്തിരി അടുത്തു, എന്നാൽ മാനസികമായി നാം വല്ലാതെ അകന്നുപോയി. സ്നേഹമില്ലായ്മയും എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്ന പ്രവണതയും കൂടി വരുന്നു. നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിൽ വന്ന ഈ മാറ്റം അന്ത്യകാലത്തിന്റെ വലിയൊരടയാളമാണ്. നാലാമത്തെ അടയാളം നമ്മുടെ തലമുറയിൽ മാത്രം സംഭവിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അറിവിന്റെയും സാങ്കേതിക വിദ്യയുടെയും സ്ഫോടനാത്മകമായ വളർച്ച. ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നു, അന്ത്യകാലത്ത് പലരും സഞ്ചരിക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യുമെന്ന്. ആയിരക്കണക്കിന് വർഷങ്ങൾ കുതിരവണ്ടിയിൽ സഞ്ചരിച്ച മനുഷ്യൻ കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ ബഹിരാകാശത്തേക്കും ഇന്റർനെറ്റിലേക്കും വളർന്നു. വെളിപ്പാട് പുസ്തകം 13 പറയുന്നതുപോലെ ഒരു മുദ്രയില്ലാതെ ആർക്കും ക്രയവിക്രയം ചെയ്യാൻ കഴിയില്ല എന്നൊരു കാലം വരുന്നു. ഡിജിറ്റൽ കറൻസിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബയോമെട്രിക് സംവിധാനങ്ങളും അതിനു വഴിയൊരുക്കുകയാണ്. ബൈബിളിലെ പ്രവചനങ്ങൾ നിറവേറാനാവശ്യമായ സാങ്കേതികവിദ്യ കൈവശമുള്ള ചരിത്രത്തിലെ ആദ്യത്തെ തലമുറ നമ്മളാണ്. അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം ഇസ്രായേലിനെക്കുറിച്ചാണ്. യേശു അത്തിമരത്തിന്റെ ഉപമ പറഞ്ഞു. അത്തിമരം തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നു. 1948 ഇസ്രായേൽ ഒരു രാഷ്ട്രമായി മാറിയത് ബൈബിൾ പ്രവചനങ്ങളുടെ വലിയൊരു നിവൃത്തിയാണ്. യെരുശലേം ഇന്ന് ലോകശ്രദ്ധയുടെ കേന്ദ്രബിന്ദുവാണ്. സകല ജാതികളും യെരുശലേമിന് വിരോധമായി വരുമെന്ന് സഖരിയ പ്രവാചകൻ പറഞ്ഞത് ഇന്ന് നാം വാർത്തകളിൽ കാണുന്നു. ഈ തലമുറ നീങ്ങിപ്പോകുന്നതിനു മുൻപ് ഇവയെല്ലാം സംഭവിക്കുമെന്ന് യേശു പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയം തോന്നുക സ്വാഭാവികമാണ്. എന്നാൽ യേശു ഇവയെല്ലാം മുൻകൂട്ടി പറഞ്ഞത് നമ്മളെ പേടിപ്പിക്കാനല്ല, മറിച്ച് ഒരുക്കമുള്ളവരായിരിക്കാനാണ്. ഇവയെല്ലാം സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കിയാൽ തല ഉയർത്തുവിനെന്നാണ് ലൂക്കോസ് 21 പറയുന്നത്. ഇത് ലോകത്തിന്റെ അവസാനമല്ല, ഇതൊരു പുതിയ തുടക്കത്തിന്റെ മുന്നോടിയാണ്. കർത്താവ് വരാറായി. ചോദ്യമിതാണ്, നിങ്ങൾ തയ്യാറാണോ? ഇനിയും വൈകിയിട്ടില്ല. ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി ദൈവത്തിലേക്ക് തിരിയേണ്ട സമയമാണിത്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.